വിഷ്ണു സഹസ്രനാമം പതിവായി ജപിച്ചാൽ ഭൗതികമായ നേട്ടങ്ങൾ മാത്രമല്ല ആത്മീയമായ ഔന്നത്യവും തേടി വരുന്നതാണ്. കുരുക്ഷേത്ര ഭൂമിയിൽ ശരശയിൽ ഉത്തരായനം കാത്തുകിടക്കുന്ന ഭീഷ്മ പിതാമഹൻ യുധിഷ്ഠിരന് നൽകിയ ഉപദേശമായാണ് ഈ ശ്രേഷ്ഠ കൃതി അറിയപ്പെടുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണനാണ് ധർമ്മപുത്രരോട് പിതാമഹനെ കാണാൻ ഉപദേശിച്ചത്. അങ്ങനെ എത്തിയ യുധിഷ്ഠിരന് ഭഗവാന്റെ സാന്നിധ്യത്തിൽ ഭീഷ്മർ ഉപദേശിച്ചതാണ് വിഷ്ണു സഹസ്രനാമം. ഓരോ നാമത്തിലും വിഷ്ണു മഹിമ മഹാഭാരതത്തിലെ അനുശാസന പർവ്വത്തിലാണ് വിഷ്ണു സഹസ്രനാമം പരാമർശിക്കുന്നത്. ഭീഷ്മർക്ക് വിഷ്ണു സഹസ്രനാമം ലഭിച്ചത് സനത് കുമാരനിൽ നിന്നാണ്. പ്രപഞ്ചപാലകനായ മഹാവിഷ്ണുവിന്റെ സഹസ്രനാമങ്ങൾ ആര് ജപിച്ചാലും അവർ എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തരാകും എന്നാണ് ഭീഷ്മർ വിഷ്ണു സഹസ്രനാമത്തിന്റെ മാഹാത്മ്യമായി യുധിഷ്ഠിരനോട് പറഞ്ഞത്. ശ്രീഹരി വിഷ്ണുവിന്റെ 1000 നാമം കോർത്തതാണ് വിഷ്ണു സഹസ്രനാമം ഒരുക്കിയിരിക്കുന്നത്. ഓരോ നാമത്തിലും വിഷ്ണു മഹിമ ആലേഖനം ചെയ്തിരിക്കുന്നു. ഇത് അർത്ഥമറിയാതെ ചൊല്ലിയാൽ പോലും ഗുണഫലങ്ങൾ ലഭിക്കുന്നതാണ്. എന്നാൽ അർത്ഥമറിഞ്ഞ് ജപിക്കുന്നതിലൂടെ കൂടുതൽ ഫലങ്ങൾ ലഭിക്കുന്നതാണ്. വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നതിനായി ഭക്തി, വിശ്വാസം എന്നിവയാണ് മുഖ്യമായും വേണ്ടത്. ഇത് ചൊല്ലുന്നതിലൂടെ ഒരിക്കലും അത്യാഹിതങ്ങൾ ഉണ്ടാകുന്നതല്ല, മാത്രമല്ല എല്ലാ പാപങ്ങളും നശിക്കുന്നതുമാണ്. മാനസികവും ശാരീരികവുമായ ശുദ്ധീകരണം നടക്കും. ജീവിതത്തിൽ സമാധാനവും ഉണ്ടാകും. തടസ്സങ്ങൾ നീങ്ങും. സമ്പത്ത്, സമൃദ്ധി കൈവരിക്കുവാൻ സാധിക്കും. ഗ്രഹദോഷങ്ങളും ജാതക ദോഷങ്ങളും പരിഹരിക്കും. രോഗങ്ങൾ അകറ്റി ആരോഗ്യവും ദീർഘായുസ്സും വർദ്ധിക്കും. ജനിവൃതികളിൽ നിന്ന് മോചനം നേടി മോക്ഷം സിദ്ധിക്കും. അതിനാൽ ജീവിതത്തിൽ ശ്രേയസ്സും ഐഹിക സുഖവും ആഗ്രഹിക്കുന്നവർ എല്ലാ ദിവസവും വിഷ്ണു സഹസ്രനാമം ഭക്തിയോടും ശ്രദ്ധയോടും ജപിക്കണം. മഹാവിഷ്ണുവിനെ ഭജിക്കുന്നവർക്ക് ഒരിക്കലും അത്യാഹിതങ്ങൾ ഉണ്ടാകില്ല എന്നു മാത്രമല്ല, അവരുടെ ജീവിതം ധന്യവും ഐശ്വര്യപൂർണമാകുന്നതുമാണ്. വിഷ്ണു ഭഗവാനെ സ്തുതിക്കുന്നത് കൊണ്ട് മാത്രമേ ജന്മസാഫല്യം ലഭിക്കൂ. കർമ്മദോഷങ്ങളെല്ലാം വിഷ്ണു സ്മരണ കൊണ്ട് അകലും. വിഷ്ണു ഭഗവാനെ ഭക്തിയോടും ശ്രദ്ധയോടും കൂടി ഭജിക്കുന്ന ഏവർക്കും മോക്ഷം ലഭിക്കുന്നതുമാണ്. എന്നും കാലത്തും വൈകിട്ടും ശരീരവും മനസ്സും ശുദ്ധമാക്കി കത്തിച്ചു വെച്ച നിലവിളക്കിന് മുന്നിലിരുന്ന് വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യാവുന്നതാണ്. ഇനി എന്നും ചൊല്ലുവാൻ സാധിക്കാത്തവർ മഹാവിഷ്ണുവിന് പ്രധാനമായ വ്യാഴാഴ്ചയെങ്കിലും പാരായണം ചെയ്യുക. ഇതിലൂടെ സകല ഐശ്വര്യങ്ങളും താനെ കൈവരുന്നതാണ്. മഹാവിഷ്ണു ഭക്തിപ്രിയനാണ്. അതുകൊണ്ട് തന്നെ വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നതിലൂടെ സർവ്വ ദുഃഖങ്ങളിൽ നിന്നും മോചനം നൽകുന്നതുമാണ്.